രക്തം ജീവികളിൽ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. പ്രാണവായു, വെള്ളം, ഭക്ഷണം എന്നിവയെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്നും വിസർജന വസ്തുക്കളെ നീക്കുന്നതും രക്തമാണ്. ഹോർമോണുകളെ കൊണ്ടുപോകുക, ദേഹരക്ഷ നടത്തുക, താപനില നിയന്ത്രിക്കുക എന്നിവയും രക്തത്തിന്റെ പ്രവൃത്തികളിൽ പെടും. ഏതെങ്കിലും പ്രത്യേക രക്തഗ്രൂപ്പുകാർക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടാറുണ്ടോ? അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? രക്തഗ്രൂപ്പുകളും ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന ചൂടും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ കോശപ്രതലത്തിലെ കാർബോഹൈഡ്രേറ്റ് രക്തഗ്രൂപ്പ് ആന്റിജനുകളുടെ സാന്നിധ്യം കാരണം ചില രക്തഗ്രൂപ്പുകാർക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടാമെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. താപസമ്മർദ്ദത്തിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഈ ആന്റിജനുകൾക്ക് ഒരു പങ്ക് വഹിക്കാൻ കഴിയും. ഓ രക്തഗ്രൂപ്പുള്ള വ്യക്തികൾക്ക് ഉയർന്ന അഡ്രിനാലിൻ അളവ് ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ഇത് സമ്മർദ്ദം അല്ലെങ്കിൽ ശാരീരിക പ്രവർത്തന സമയത്ത് ഹൃദയമിടിപ്പും ശരീര താപനിലയും വർദ്ധിപ്പിക്കും. അവരുടെ ശരീരത്തിന് കൂടുതൽ ചൂട് ഉത്പാദിപ്പിക്കാനും കഴിയും. AB അല്ലെങ്കിൽ B രക്തഗ്രൂപ്പുള്ള ആളുകൾക്ക് രക്തചംക്രമണത്തിലെയും രോഗപ്രതിരോധ പ്രതികരണങ്ങളിലെയും വ്യത്യാസങ്ങൾ കാരണം ചൂട് അനുഭവപ്പെടുന്നതിൽ വ്യത്യാസമുണ്ടാകാം. പക്ഷേ ഈ അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന ചൂട് എത്രത്തോളം ആണെന്നതിനെ രക്തഗ്രൂപ്പ് നേരിട്ട് സ്വാധീനിക്കുന്നില്ലെങ്കിലും ചില രക്തഗ്രൂപ്പുകൾ പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ചൂടിന് വ്യത്യാസം വരാം. O ഗ്രൂപ്പുള്ള വ്യക്തികൾക്ക് ഹൃദയാഘാതത്തിനും രക്തം കട്ടപിടിക്കുന്നതിനുമുള്ള സാധ്യത കുറവാണ്. A അല്ലെങ്കിൽ AB ഗ്രൂപ്പുകാർക്ക് ഗ്യാസ്ട്രിക് പാൻക്രിയാറ്റിക് ക്യാൻസർ ഉൾപ്പെടെയുള്ള ചിലതരം അർബുദങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ജലാംശം, ശരീരഭാരം, ഉപാചയ പ്രവർത്തനം, ഫിറ്റ്നസ് നില, ജീവിതശൈലി തുടങ്ങിയ ഘടകങ്ങൾ രക്തഗ്രൂപ്പിനെ അപേക്ഷിച്ച് ചൂട് അനുഭവപ്പെടുത്തുന്നതിനെ വളരെയധികം സ്വാധീനിക്കുന്നു. രക്തഗ്രൂപ്പിന് എന്തു തന്നെയായാലും കൂളായിരിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക എന്നിവ ചൂടിനെ മറികടക്കാനുള്ള നുറുങ്ങുവഴികളാണെന്നും ഓർക്കുക.